യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ശുഭകാര്യങ്ങളെ പറ്റി ആലോചിക്കുന്ന നേരത്ത് അശുഭങ്ങൾ അവിടേക്ക് ഒന്ന് പെടാതിരിക്കുന്നതാണ് നല്ലത്. അത് ശരിയായിരിക്കും. പക്ഷേ മനസ്സിലുള്ള അശുഭ ചിന്തകൾ അവിടെ തന്നെ ഉണ്ടല്ലോ. അതൊഴിവാക്കാൻ എന്തു പൂജ ചെയ്യും? അതാ ആലോചിക്കണ്ടേ. ആരുടെ മനസ്സിലാടി അശുഭചിന്ത ഉള്ളത്? എന്റെ മനസ്സിലോ? അച്ഛമ്മേ, അഹങ്കാരമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ്. അത് അറിവിലായാലും അധികാരത്തിലായാലും കുടുംബ മഹിമയിലായാലും. എളിമയാണ് ഏറ്റവും വലിയ മഹിമ. നിന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിച്ചു തരാം. അത് ശരി. അപ്പോ എന്റെ അഹങ്കാരം അവസാനിപ്പിക്കാനാണോ ഈ പൂജ? തർക്കുത്തരം എന്നോട് വേണ്ട. നിന്റെ ഭർത്താവുണ്ടല്ലോ ഒരുത്തൻ, അവനോടും അവന്റെ അമ്മയോടും കാണിച്ചാ മതി. ഞാൻ പെരുമാറുന്നത് ബാധ കാരണമല്ല അച്ഛമ്മേ. അപ്പോ അതിന് എന്നെ ചീത്ത പറഞ്ഞിട്ടെന്ത് കാര്യം? ബന്ധങ്ങൾ തിരിച്ചറിയുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ഒരു കഴിവാ. ഈ വീട്ടിൽ വന്നു കയറിയത് മുതൽ എനിക്ക് നിങ്ങളോട് ഒരു അടുപ്പവും ബന്ധവും ഒക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഓരോ തവണ എന്റെ മനസ്സിന്റെ മുറിവിൽ നിന്നൊഴുകിയ കണ്ണീര് കാണാൻ നിങ്ങൾക്കായില്ല. അതെന്താണെന്നും അതിന്റെ വില എന്താണെന്നും ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അപ്പൊ എന്റെ മോളും ഉരുളയ്ക്കുപ്പേരി പോലെ സംസാരിക്കാൻ തുടങ്ങിയെന്നർത്ഥം. അങ്ങനൊന്നുമില്ലമ്മേ. അച്ഛമ്മയോട് എനിക്ക് ഇപ്പോഴും ദേഷ്യമൊന്നുമില്ല. പക്ഷേ അച്ഛമ്മയ്ക്ക് അങ്ങനല്ലാന്ന് മാത്രം. അതെല്ലാം മാറുമോളെ. ഇനി അധിക ദിവസങ്ങളില്ല. അവിടെ ഇപ്പോഴും ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. അജോട്ടിന്റെ അമ്മയോട് പോലും. വരട്ടെ, ആരും തൽക്കാലം അറിയണ്ട. ആദ്യം അമ്മയുടെ ഓർമ്മ ശരിയായി എന്ന് അവർക്ക് ബോധ്യം വരട്ടെ. അതിനുശേഷം ഞാൻ പുറത്തു വരും. എന്നിട്ട് മതി എല്ലാവരും അറിയുന്നത്. മോൾക്കറിയോ, എന്നെയും മോളെയും ആ ആക്സിഡന്റിൽ പെടുത്തി കൊല്ലാൻ നോക്കിയവര് ഇപ്പോഴും പുറത്തുണ്ട്. നീ ഞങ്ങളുടെ മകളാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് അവർക്ക് മനസ്സിലായാൽ അവര് നിനക്ക് നേരെയാവും തിരിയുക. എന്റെ മോളെ ഇനിയും അമ്മയ്ക്ക് നഷ്ടപ്പെടാൻ വയ്യ. അതുകൊണ്ട് തൽക്കാലം ഈ രഹസ്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോ എന്നു മുതലാ ഞാനും അച്ഛനും അമ്മയും കൂടി ഒരു കുടുംബമായിട്ട് ജീവിക്കാം? ഞാനും എന്റെ മോളും കൂടി അമ്മയും മകളുമായിട്ട് ജീവിക്കാൻ ഇനി അധികം ഒന്നും കാത്തിരിക്കണ്ട. അപ്പൊ അച്ഛൻ? അമ്മ, അച്ഛൻ അമ്മ തിരിച്ചു വരുന്നതും കാത്തിരിക്കുക. എത്രയും കാലം കാത്തിരുന്നതല്ലേ, ഇനി കുറച്ചുകൂടി കാത്തിരിക്കട്ടെ. അതെന്താ അമ്മ? ഒന്നുമില്ല മോളെ, അമ്മ വെറുതെ പറഞ്ഞതാ. എല്ലാം കലങ്ങി തെളിയുമ്പോ ചില ഓർമ്മകളും മരിക്കുമായിരിക്കും. അപ്പോ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാനും തുടങ്ങും. അതുവരെ എന്റെ മോള് സമാധാനത്തോടെ ഇരിക്കെ. എന്താ അമ്മയും മോളും കൂടി സ്വകാര്യമൊക്കെ പറഞ്ഞു തീർന്നോ? സ്വകാര്യൊന്നല്ല സ്വാമിജി, ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ തമ്മില് സ്വകാര്യങ്ങൾ തീർച്ചയായും വേണം അവരുടെമേ. എന്നാലേ ആ ബന്ധത്തിനൊരു ശക്തി വരും. പൂജമോളെ, വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? അവിടെ വിശേഷങ്ങളേ ഉള്ളൂ സ്വാമിജി. ഇപ്പൊ പ്രിയയുടെ ദോഷവും പൂജയുടെ ബാധയും ഒക്കെ തീർക്കാൻ അമ്മ പൂജ നടത്താൻ പോവാത്രേ. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ മോള് ചെന്ന് പ്രിയക്കിട്ടൊന്ന് കൊടുത്തു. മോളുടെ ചീത്തവിളിയും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോ അത് ബാധയാണെന്ന് അമ്മയും മധുവും കൂടി ഉറപ്പിക്കുകയും ചെയ്തു. അത് ശരി. അപ്പോ ആളെ കാണുന്ന പോലെ അല്ലല്ലേ? അത്യാവശ്യം അക്രമമൊക്കെ ഉണ്ടെന്ന് സാരം. അങ്ങനെയൊന്നുമില്ല സ്വാമി.
അന്ന് പെട്ടെന്ന് എല്ലാം കൂടെ ആലോചിച്ചപ്പോ എന്റെ നിലവിട്ട് പോയതാ. പിന്നെ അവളുടെ അടുത്ത് സമാധാനത്തിന്റെ വഴി കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അപ്പൊ ബാധ മാറ്റാൻ ഏതോ വിശ്വനാഥ പണിക്കരെ കൊണ്ടുവന്ന് പൂജ ചെയ്യാൻ പോവാത്രേ. ഓ, മനസ്സിലായി. ആൾ ഈ വക കർമ്മങ്ങളിലൊക്കെ വളരെ പ്രസിദ്ധനാണല്ലോ. സർക്കാരിന് വരുമാന നികുതി അടയ്ക്കുന്ന മന്ത്രവാദിയാണെന്നാ ഞാൻ കേട്ടുള്ളേ. അത്രയ്ക്ക് കാശും വാങ്ങുന്നുണ്ട് സ്വാമിജി. ഇപ്പോഴത്തെ ഒരു പൂജയ്ക്ക് 1.5 ലക്ഷം ചാർജ്. ഓ, ശിവ. 2-3 ദിവസത്തിനുള്ളിൽ അകാലമൃത്യു സംഭവിക്കുന്നൊക്കെ കേട്ടപ്പോ അച്ചമ്മയ്ക്കാകെ പേടിയായി കാണും. എത്ര പറഞ്ഞാലാ നമ്മുടെ ആളുകൾക്ക് ഇതേക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാവുക. സാക്ഷാൽ ഈശ്വരനെ ധ്യാനിക്കുന്നവർ ഇമാതിരി വൃത്തികേടുകൾക്ക് തുനിയാറില്ല. പറഞ്ഞിട്ടെന്താ കാര്യം? കാലം പുരോഗമിക്കും തോറും ഇമാതിരിയുള്ള വിശ്വാസങ്ങളാ കൂടി വരുന്നത്. അതിന് അമ്മ ഇപ്പോഴും പൂജമോളുടെ ഏതോ ദോഷം കൊണ്ടാ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് വിശ്വസിച്ച ഞങ്ങൾക്ക് തിരുത്താൻ പറ്റണ്ടേ സ്വാമിജി? എന്തിനു തിരുത്താൻ നിൽക്കണം? അവരവരുടെ വഴിയെ പോട്ടെ. ചെയ്തത് മുഴുവൻ തെറ്റാണെന്ന് ഒരിക്കലും അവർക്ക് മനസ്സിലാവും. അന്ന് തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ കരുതാനേ നമുക്ക് കഴിയൂ. അമ്മ തിരിച്ചു ചിന്തിക്കുമെന്ന് കരുതാൻ വയ്യ. അങ്ങനെ കരുതണ്ട. സത്യത്തിനൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഒരിക്കൽ എല്ലാവരും സഞ്ചരിച്ചേ പറ്റൂ. അപ്പോ അതുവരെ നടന്ന തെറ്റായ വഴികളെ കുറിച്ച് ഓർത്തേ പറ്റൂ. ഈ കുട്ടിയെ കണ്ടപ്പോ തന്നെ എനിക്ക് അരുണിമയുടെ മകളാണ് തോന്നിയില്ലേ? ഞാനത് പറഞ്ഞതുമല്ലേ? അതിപ്പോ സത്യമായി. അതുപോലെ അരുണിമയുടെ അമ്മയും സത്യം തിരിച്ചറിയും, പശ്ചാത്തപിക്കും. അത് കാലത്തിന്റെ ഒരു നീതിയാണ്. അപ്പോ നിങ്ങൾ അമ്മയും പോലും സംസാരിച്ചിരിക്കേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സ്വാമിജിയുടെ വഴിയാണ് അമ്മേ ശരിയായ ഈശ്വരന്റെ വഴി. അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാവരും എല്ലാം മനസ്സിലാക്കി സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കും. എനിക്ക് ഉറപ്പാ.